രണ്ടുപേർക്കും നല്ല ജോലിയുള്ള സമയത്താണ് ഞങ്ങൾ കണ്ടുമുട്ടി ഞങ്ങൾ പ്രണയിച്ചു. 2.5 വർഷം സ്നേഹിച്ചു കേട്ടോ. 2.5 വർഷത്തെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് മക്കളുണ്ടായി. എല്ലാ കുടുംബത്തിലെ പോലെ തന്നെ സാമ്പത്തിക ബാധ്യതകൾ ഞങ്ങൾക്കും വന്നു തുടങ്ങി. ഗിഫ്റ്റുകളുടെയൊക്കെ വില കുറഞ്ഞു. ഗിഫ്റ്റുകളുടെ വില കുറയുന്നതനുസരിച്ച് ഞങ്ങളുടെ സ്നേഹം കൂടിയിട്ടുള്ളൂ കേട്ടോ, ഒരിക്കലും കുറഞ്ഞില്ല. പറഞ്ഞു വന്ന് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേയുടെ കാര്യമാണ്. എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന ഞാൻ ഈ പ്രാവശ്യം ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും എൻ്റെ മൂത്ത മോള് സേറങ്ങളെയും ചേർന്നിട്ട് കളറൊക്കെ സെലക്ട് ചെയ്തു. ഇളയാളങ്ങനെ ശല്യത്തിനൊന്നുമില്ല, അങ്ങനെ ഒരു നല്ലൊരു സ്വഭാവക്കാരിയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ദിവസം എടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്തത്. കാരണം ഈ ഷിഫ്റ്റ് ഡ്യൂട്ടിയും പിന്നെ കുഞ്ഞുങ്ങളെ നോട്ടം, അതുപോലെ വേറെ ജോലികൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഈ കാണുന്ന പോലെയൊന്നുമല്ല കേട്ടോ, ഇത് ചെയ്യാൻ എനിക്ക് ഇച്ചിരി അധികം ദിവസം തന്നെ എടുത്തു. അങ്ങനെ ഗിഫ്റ്റെല്ലാം റെഡിയാക്കി ഞങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചായിരുന്നു. ആളറിയാതെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ പറ്റി. കാരണം ബർത്ത്ഡേയുടെ സമയത്തൊക്കെ ആൾ നാട്ടിലായിരുന്നു. ആൾ തിരിച്ചു വന്നപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബീച്ചിൽ പോയിട്ട് വളരെ സർപ്രൈസായിട്ടാണ് ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കണേ. അത് മോള് സെറയെ കൊടുത്തത്. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഗിഫ്റ്റ് കണ്ടതും ആൾ ഞെട്ടിപ്പോയി. കാരണം ആൾ ഒരിക്കലും കരുതിയിട്ടുണ്ടായില്ല ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന്. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ അപ്പാന്ന്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന പോലെ തന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി. പ്രത്യേകിച്ച് മക്കൾ തന്നെയല്ലേ കൊടുത്തത്, എങ്ങനെ ഹാപ്പി ആകാതിരിക്കും? ഞാൻ എന്ത് ചെയ്താലും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം വീണ്ടും ചെയ്യാൻ തോന്നും. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാൻ, ഒരു ട്രൈ ചെയ്യാനെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഞങ്ങളുടെ ജീവിതം എല്ലാം ആയ ഞങ്ങളുടെ അപ്പനെ ഞങ്ങൾ ഒത്തിരി സന്തോഷിപ്പിച്ചു. ഈ വർക്ക് എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാമോ?